അവിടെ വസ്ത്രങ്ങളുണ്ട്, അതായത് ഗോഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കത്തുകയും മറ്റും പുകയുകയും ഒക്കെയാണ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം പോലീസ് ഇപ്പോൾ ആരും ഉള്ളിലില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ട് എന്നാണ് അല്പസമയം മുൻപ് സംസാരിച്ച DCP അനൗദ്യോഗികമായി പറഞ്ഞത്. എന്നാൽ അപ്പോഴും അത് ഔദ്യോഗികമല്ല എന്നുള്ള കാര്യമാണ്, സംശയമാണ് പറയുന്നത്. പക്ഷേ ഇത് വീണ്ടും വലിയ തരത്തിൽ വലിയ തരത്തിൽ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നു. അത് കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. നേരത്തെ ആദ്യം തീപിടിച്ച സ്ഥലത്താണിത്. ഇത് പിന്നീട് കെടുത്തിയിരുന്നു. പക്ഷേ വീണ്ടും പുകയുന്നു, ഉള്ളിൽ നിന്ന് നല്ല തീ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെയധികം വലിയ കറുത്ത പുകയായി ആകാശത്തേക്ക് പടരുന്ന കാഴ്ചയുണ്ടാകുന്നു. ഉള്ളിൽ വീണ്ടും വലിയ തീ തന്നെ ഉണ്ടാകും. അതായത് അണച്ച ഭാഗത്ത് വീണ്ടും വീണ്ടും തീ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴും ഇതിന്റെ ഉള്ളിൽ ഇതെന്ത് കടയായിട്ട് ഇവിടെയുള്ള ആളാണ് അതിന്റെ ഗോഡൌൺ ആയിരിക്കും കട ഇരിക്കുന്നത്. എന്തായിരിക്കും വീണ്ടും തുണിയാണ് മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നത്. അണച്ചിട്ടും വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും മൊത്തം ആ തലവരെ തുണിന്റെ കട ഈ ഹോൾസെയിൽ ഷോപ്പാണ്. അതായത് ഈ കത്തുന്നത് കാണുന്നത് മുഴുവൻ തുണിക്കട തന്നെയാണ്. അണച്ചാലും വീണ്ടും വീണ്ടും തുണികൾ ഉള്ളത് കൊണ്ട് അത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നു. കോഴിക്കോട്ട് വൻ തീപിടുത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരമാകെ പുക പടരുകയാണല്ലോ രഞ്ജിത്ത്. തീർച്ചയായിട്ടും ഈ നഗരത്തിൽ ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കുമുണ്ട്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമാണ്. കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട മാവൂർ റോഡ് ഭാഗമാണ്. ഇതിൻ്റെ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ മുൻഭാഗം നമുക്ക് എൻ്റെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർ മുഴുവൻ അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ടെക്സ്റ്റൈൽസിൻ്റെ പിറകു ഭാഗത്ത് ടെക്സ്റ്റൈൽസിലേക്ക് പോകുമ്പോൾ ടെക്സ്റ്റൈൽസിനകത്ത് നിന്ന് അകത്തോട്ട് കയറി അതിൻ്റെ ഗോഡൗൺ നിലനിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ മുൻഭാഗമാണ്. എനിക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ മുൻഭാഗമാണ്. ആ മുൻഭാഗത്ത് ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ പിറകു ഭാഗത്തേക്കായിട്ടാണ്, അതായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഈ ഗോഡൗൺ നിലനിൽക്കുന്ന ഭാഗവും അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കടമുറികളുമൊക്കെയാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായി കത്തിക്കൊണ്ടിരിക്കുന്നതും. അവിടെ ഫയർഫോഴ്സ് വളരെ പണിപ്പെട്ടുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഭാഗത്ത് തീയണയ്ക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളുമൊക്കെ ഇതിൽ തുടക്കം മുതൽ തന്നെ തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആകാശത്തേക്ക് വലിയ പുകച്ചുരുളുകൾ നോക്കൂ. എൻ്റെ യൂണിറ്റ് 22 നമ്മുടെ 21 ദൃശ്യങ്ങളിൽ നോക്കൂ. മുഴുവനായി പൂർണ്ണമായും വലിയ പുകയാണ് ഇതിൻ്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കെട്ടിടത്തിനകത്ത് ഇപ്പോഴും വലിയ തോതിൽ തീ ഉണ്ട് എന്നുള്ളതാണ്. കെട്ടിടത്തിനകത്ത് ആ തീ ഉയരുന്ന ഭാഗം നമുക്ക് കെട്ടിടത്തിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറം ഭാഗത്ത് മാത്രമാണ് വെള്ളം എത്തുന്നത്. അകത്തിപ്പോഴും നല്ല കനത്ത തീയുണ്ട്. ആ കനത്ത തീ അങ്ങോട്ട് ആളി കത്തുകയും അതിൻ്റെ പിറകുഭാഗം പൂർണ്ണമായും ഈ ടെക്സ്റ്റൈൽസിൻ്റെ പിറകുഭാഗം പൂർണ്ണമായും കത്തുകയാണ്. ഇപ്പോഴും ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ആളുകൾ അതിലേക്ക് മറ്റൊരു ഭാഗത്തേക്ക്, അതായത് ഈ ടെക്സ്റ്റൈൽസ് ഒന്ന് ദൃശ്യങ്ങളിൽ കാണാമെങ്കിൽ വലിയൊരു ടെക്സ്റ്റൈൽസാണ്. ഇപ്പോൾ ഈ തീ പടരുന്നത് വലിയൊരു ഭാഗത്തേക്ക് തീ പടരുകയാണെങ്കിൽ ഇതിൻ്റെ മുൻഭാഗത്തേക്കൊക്കെ തീ എത്താനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇതിൻ്റെ പിറകു ഭാഗത്ത് ഒരു ഇഞ്ച് പോലും നമുക്ക് തീ അണയ്ക്കാൻ പൂർണ്ണമായും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഫയർഫോഴ്സ് യൂണിറ്റ് ശ്രമകരമായി ഈ താഴെ നിന്ന് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും ആ കെട്ടിടത്തിനകത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കെട്ടിടത്തിനകത്തേക്ക് എത്തിക്കാൻ മറ്റു വഴികളുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കെട്ടിടത്തിനകത്ത് കയറാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും മറ്റു വശങ്ങളിലൂടെ കെട്ടിടത്തിനകത്തേക്ക് കയറാനോ ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നുള്ളത് കൂടി നമുക്ക് അറിയാം. ഇപ്പോൾ ഇതിന് സാധ്യമായ എല്ലാ ആക്സസിലൂടെയും ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഈ കെട്ടിടത്തിൻ്റെ ഒരു അകത്തുകൂടെ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന ഈ ഭാഗത്തൂടെ അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേഡിയം പരിസരത്തിൻ്റെ അകത്തൂടെ ഈ എല്ലാ ഭാഗത്തൂടെയും അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴും പൂർണ്ണമായിട്ടും ഈ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കെട്ടിടത്തിനകത്ത് വലിയ തോതിൽ തീ ഉയരുന്നുണ്ട്. ആ അകത്ത് തീ ഉയരുന്ന ഭാഗത്തേക്ക് അത് പൂർണ്ണമായിട്ടും അവിടേക്ക് അണയ്ക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ പണിപ്പെട്ട് നോക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്
കൂടുതൽ ഭാഗത്തേക്ക് ഈ തീ പടരും. ഇപ്പോഴും ഈ വലിയ പുകയും വലിയ തീയും കാണുന്നത് ഈ വലിയ കെട്ടിടത്തിൻ്റെ പിറകുഭാഗത്ത് മാത്രമാണ്. ഇനിയും ഇതിൻ്റെ മുൻഭാഗത്തേക്ക് തീ കത്തിയാൽ അപകടം വലിയതായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ നാശനഷ്ടങ്ങളും വലിയതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ കത്തുന്ന ഈ പിറകുഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് ഈ തീ അണയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ദുഷ്കരമായ കാര്യം. ഇതിൻ്റെ പിറകുഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം അത് അരമണിക്കൂറിന് അധികമായി ഇപ്പോഴും വെള്ളം ചീറ്റിയിട്ടും ആ വെള്ളം ചീറ്റുന്ന ഈ പുറകുഭാഗത്ത് കെട്ടിടത്തിൻ്റെ പുറകുഭാഗം ഒഴിച്ചു നിർത്തിയാൽ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് ഇപ്പോഴും വലിയ തോതിൽ തീ ഉയരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയ ദുഷ്കരമായ കാര്യമെന്ന് പറയുന്നത്. വെള്ളം അതിശക്തമായി പമ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഈ മുകൾ നിലയിലേക്ക് വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുകൾ നിലയിൽ അകത്തേക്ക് വെള്ളം എത്താൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഈ വെള്ളം വന്നു വീഴുന്നത് ഈ കെട്ടിടത്തിൻ്റെ പുറത്ത് മാത്രമാണ്. കെട്ടിടത്തിൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തുണിത്തരങ്ങളിലേക്ക്, ഇതിൻ്റെ ഗോഡൗണിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഇതിലെ സാധനങ്ങൾ, അതൊന്നും അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് തീ അണയ്ക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ രണ്ട് ഭാഗത്ത് നോക്കിയാലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ